വിനോദസഞ്ചാരികളുടെ മാല മോഷ്ടിച്ച റിസോർട്ടിലെ ജീവനക്കാരൻ മുങ്ങി. ഇടുക്കി പള്ളിവാസലിന് സമീപമുള്ള റിസോർട്ടിലാണ് വിനോദസഞ്ചാരികൾ ഉറങ്ങുന്നതിനിടെ മുറിയിലെ മേശപ്പുറത്ത് ഊരി വെച്ചിരുന്ന 2 പവനധികം വരുന്ന സ്വർണ്ണമാലയും പണവും മോഷ്ടിച്ച ജീവനക്കാരൻ കടന്നുകളഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പള്ളിവാസലിലെ റിസോർട്ടിൽ താമസിച്ച ചെന്നൈ സ്വദേശികളായ ദമ്പതികളുടെ മാലയാണ് മോഷണം പോയത്. 2 പവനിലധികം വരുന്ന സ്വർണ്ണമാലയും 13,000 രൂപയുമാണ് മോഷണം പോയത്. ശനിയാഴ്ച രാവിലെ റിസോർട്ടിൽ ജോലിക്കെത്തിയ തമിഴ്നാട് സ്വദേശിയായ ആളാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. മൂന്നാർ പോലീസ് റിസോർട്ടിലെ CCTV അടക്കം പരിശോധിച്ചു. പരിശോധനയിൽ പുലർച്ചെ 4:30-ന് എത്തിയ ജീവനക്കാരൻ മുറിയുടെ സ്ലൈഡിംഗ് ജനൽ തുറന്ന് അകത്തു കയറുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി. എന്നാൽ CCTV ദൃശ്യങ്ങളിലും ജീവനക്കാരന്റെ മുഖം വ്യക്തമല്ലാത്തതും ജീവനക്കാരന്റെ മേൽവിലാസമോ തിരിച്ചറിയൽ രേഖകളോ റിസോർട്ട് ഉടമയുടെ പക്കലില്ലാത്തതും പോലീസ് അന്വേഷണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ റിസോർട്ടിന്റെ ഉടമസ്ഥര് ഈ ജീവനക്കാരന്റെ ഈ മോഷ്ടാവിന്റെ യാതൊരു വിധമായ രേഖകളും അവർ വാങ്ങി വെച്ചിരുന്നില്ല. അയാളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ID പ്രൂഫോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് മുന്നിലുള്ള ഏക തെളിവെന്ന് പറയുന്ന അയാളുടെ വേഗമായിട്ടുള്ള CCTV വിഷ്വൽസ് മാത്രമാണ്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. മൂന്നാറിൽ നിരവധി റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജീവനക്കാരുടെ കൃത്യമായ തിരിച്ചറിയൽ രേഖകളും പോലീസിൽ ഹാജരാക്കണമെന്നുമാണ് പോലീസിന്റെ നിർദ്ദേശം. ഏതായാലും പ്രതിക്കായുള്ള അന്വേഷണം മൂന്നാർ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.